ഹായ് ഫ്രണ്ട്സ്, നവരാത്രിയോടനുബന്ധിച്ച് ബാംഗ്ലൂരിൽ എല്ലായിടത്തും ദാണ്ടിയ നൃത്തം അവതരിപ്പിക്കുക കേട്ടോ. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ ഇന്നലെ ആയിരുന്നു, ക്ലബ് ഹൗസിലായിരുന്നു അവതരിപ്പിച്ചത്. ലേഡീസൊക്കെ നല്ല അടിപൊളിയായിട്ട് കളർഫുൾ ഡ്രസ്സൊക്കെ ഇട്ടാട്ടോ വന്നിരിക്കണേ. നമ്മുടെ രാഖിയെ ഷോളൊക്കെ ഇടിയിക്കാനായിട്ട് എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്യാണ്. ഈ ദാണ്ടിയ നൃത്തം ബേസിക്കലി ഗുജറാത്തിലാണ് ഒറിജിനേറ്റ് ചെയ്തത്. ഗുജറാത്തീസാണ് കൂടുതൽ ഇത് കളിക്കുന്നത്. നവരാത്രിയോടനുബന്ധിച്ചാണ് ഇത് നടത്തുന്നത്. പിന്നെ ആയുധ പൂജയ്ക്കുള്ള ആയുധങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. ഇത് ബൊമ്മക്കുലു, പല തരത്തിലുള്ള വിഗ്രഹങ്ങൾ ഒക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾക്കൊക്കെ ചെന്ന് പൂജയൊക്കെ ചെയ്യാം കേട്ടോ. ആരതി ഒഴിയലും ഒക്കെ ചെയ്യാം അവിടെ. പിന്നെ പ്രസാദങ്ങളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുക എന്നുള്ളതാണല്ലോ മെയിൻ ഇൻറ്റൻഷൻ. നമ്മളൊക്കെ അണിഞ്ഞൊരുങ്ങി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യൽ. അതാ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും തന്നെ തിരക്കിട്ട് സ്നാക്സൊക്കെ കഴിക്കുകയായിരുന്നു കേട്ടോ. അതിനുശേഷം പൂജയും പിന്നെ ദാണ്ടിയ സ്റ്റാർട്ട് ചെയ്യും. ഈ ദാണ്ടിയ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചുള്ള കളിയാണല്ലോ മെയിൻലി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ലേഡീസൊക്കെ മിറർ വർക്കൊക്കെ ചെയ്തിട്ടുള്ള ധാവണിയൊക്കെയാണ് ഇതിന് സ്പെഷ്യലായിട്ട് ഇടുന്നത്. പിന്നെ ജെൻസൊക്കെ ആണെങ്കിൽ ഇതായിട്ട് തലപ്പാവൊക്കെ വെച്ചിട്ടുള്ള പെർഫോമൻസാണ്. ഇവിടെ ഇപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ലേഡീസ് ദാണ്ടിയയുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ സ്പെഷ്യൽ ദാണ്ടിയ ഉണ്ടായിരുന്നു. ലേഡീസിൻ്റെ ജെൻസിൻ്റെ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. ഇതിന് പ്രത്യേക ഡോലക്ക്, തബല വാദ്യങ്ങളൊക്കെ ഉപയോഗിക്കും എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഇവിടെ റെക്കോർഡ് ഇട്ടിട്ടായിരുന്നു കളിച്ചത്. പിന്നെ നമ്മുടെ ദാണ്ടിയ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നമ്മളൊക്കെ ആദ്യം അടങ്ങി ഒതുങ്ങിയൊക്കെ ഇരുന്നായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് ഡാൻസൊക്കെ ചെയ്യാൻ തുടങ്ങിയായിരുന്നു എല്ലാവരും കളിക്കണ കാണുമ്പോൾ നമുക്കും കളിക്കാൻ തോന്നുമല്ലോ. അപ്പോൾ എല്ലാവരും തന്നെ കളിച്ചു കേട്ടോ. നല്ല സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നോക്ക്, ഒരാളിരുന്ന് വീഡിയോ എടുക്കുന്നതാണ്. ആണുങ്ങളുടെയൊക്കെ ഒരു കഷ്ടപ്പാടേ. അവരുടെ ഭാര്യമാരൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അവരിതാ എത്ര കഷ്ടപ്പെട്ടാന്ന് നോക്ക് വീഡിയോ എടുക്കുന്നത്. നമ്മുടെ പ്രഭു സാറ് നടുക്ക് ഇരുന്നിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. നമ്മുടെ യാഷനും വിസ്മയും ശ്രേയയും കൂടി ഡാൻസ്. എല്ലാവരും തന്നെ എന്താ പറയുക, അടിച്ചു പൊളിച്ചു.
ജെൻസിൻ്റെ ഡാൻസ് പെർഫോമൻസിൽ ഒരാൾ നല്ല അടിപൊളിയായിട്ട് ദാണ്ടിയ കളിച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ മെയിൻ സ്റ്റെപ്പ് എന്നാണ് പറയുന്നത്. പുള്ളി അത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയായിരുന്നു. നല്ല സൂപ്പറായിട്ട് പുള്ളി കളിച്ചു കേട്ടോ, ഒന്നും പറയാനില്ല, നല്ല പെർഫോമൻസ് ആയിരുന്നു. ദാണ്ടിയ ഡാൻസിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഈ സ്റ്റിക്കാട്ടോ. ഈ സ്റ്റിക്ക് വെച്ചുള്ള പെർഫോമൻസിനെയാണ് ദാണ്ടിയ ഡാൻസ് എന്ന് പറയുന്നത്. പിന്നെ അത് ആ സ്പ്രേ ടെക്നോളത്തെ കോസ്റ്റ്യൂം മിറർ വർക്കൊക്കെ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലെയുള്ള ഫെസ്റ്റിവലൊക്കെ ഇങ്ങനെ ആഘോഷിക്കുമ്പോൾ എല്ലാവരും കൂടിയുള്ള ഒരു കൂടിച്ചേരൽ കൂടിയാണല്ലോ. ലാസ്റ്റൊക്കെ ഇപ്പോൾ എല്ലാവരും അപ്പന സ്റ്റെപ്സൊക്കെ ഇടാൻ തുടങ്ങിയിട്ടോ. ആദ്യം ലേഡീസ് കളിച്ചിരുന്നത് അവർ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കളിയായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായിട്ട് എല്ലാവരും ക്ലബ് ഹൗസിൽ പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് എല്ലാവരും കൂടി അവരവർക്ക് പറ്റുന്ന പോലുള്ള സ്റ്റെപ്സൊക്കെ ഇട്ട് കളിയായിരുന്നു കേട്ടോ. എന്താണെങ്കിലും എല്ലാവരും അടിച്ചു പൊളിച്ചു. കുട്ടികളെയൊക്കെ ഇതുപോലെ ഫെസ്റ്റിവലിലൊക്കെ പങ്കെടുപ്പിക്കണം, എന്നാലല്ലേ കുട്ടികൾ നമ്മുടെ കൾച്ചറും ട്രഡീഷനും ഒക്കെ അറിയുള്ളൂ. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒട്ടുമിക്ക ഫെസ്റ്റിവലും ആഘോഷിക്കും. അപ്പോൾ കുട്ടികളെല്ലാവരും അതിലും പങ്കെടുക്കുകയും ചെയ്യും.